Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So we are discussing about the topic types of chemical reaction in the first chapter of class 10 chemistry. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 10 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്നൊരു ടോപ്പിക്കാണ്. സോ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫസ്റ്റ് ആക്ടിവിറ്റി ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഈസ് റിലേറ്റഡ് ടു കാൽസ്യം ഓക്സൈഡ്. ഓക്കെ, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കാൽസ്യം ഓക്സൈഡുമായി റിലേറ്റ് ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ ആയിരുന്നു. ഇസ്ന്റ് ഇറ്റ്? ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചത് കോമ്പിനേഷൻ റിയാക്ഷൻ ആയിരുന്നു. What is the general equation of combination reaction? Can you recollect the general equation of combination reaction? ഈ കോമ്പിനേഷൻ റിയാക്ഷന്റെ ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? What is the general equation of combination reaction? The general equation of combination reaction is A plus B gives AB is the general equation of combination reaction, isn't it? A plus B gives AB is the general equation of combination reaction. So today we are going to discuss about the activity related to types of chemical റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനകത്തെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് റിലേറ്റഡ് ടു കോമ്പിനേഷൻ റിയാക്ഷൻ. സോ ദ റിക്വയർമെന്റ് ദാറ്റ് വി നീഡ് ടു കണ്ടക്ട് ദ എക്സ്പെരിമെന്റ്. നമുക്ക് ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കാൽസ്യം ഓക്സൈഡ്. Okay, first one calcium oxide, second one there is need of beaker, and third one water. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്ന് സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ്. ഈ കാൽസ്യം ഓക്സൈഡിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ക്യുക്ലൈം എന്നാണ്. അതിൽ നിങ്ങൾക്ക് അറിയായിരിക്കും കുമ്മായം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്. കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ എന്താന്ന് പറയുന്നത് കുമ്മായം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് requirement is calcium oxide, second one beaker, and third one water. Firstly we need to take some calcium oxide in a beaker, otherwise water in a beaker. Then we need to add this calcium oxide and continuously stir it. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇതിനകത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിർ ചെയ്ത് അത് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആഫ്റ്റർ സം ടൈം, otherwise at that time if we touch the beaker we can feel ഹോട്ട്നെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ, ആ ബീക്കർ ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂട് അനുഭവപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മീൻസ് അവിടെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൺസെപ്റ്റും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്, എക്സോതെർമിക് എന്നൊരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. എക്സോതെർമിക്. ഓക്കെ, എക്സോതെർമിc means after the reaction they produce heat along the products. Okay, in a reaction they produce heat along with the products. ഒരു റിയാക്ഷനിൽ പ്രോഡക്ട്സിനോടൊപ്പം ഹീറ്റും റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, എക്സോതെർമിക് ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. So here first activity related to types of chemical reaction is combination. Okay, combination റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് വേണ്ടുന്ന അപ്പാരറ്റസ് എന്തൊക്കെയായിരുന്നു, ഒരു ബീക്കർ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുത്തെ കെമിക്കൽ ആയിട്ട് നമ്മൾ എടുത്തത് കാൽസ്യം ഓക്സൈഡ്. കോമൺ നെയിം ഓഫ് കാൽസ്യം ഓക്സൈഡ് ഈസ് ക്യുക്ലൈൻ. അതിന് നമ്മൾ എന്തെന്ന് പറയും, കുമ്മായം എന്ന് പറയും. നമ്മൾ അതിനകത്ത് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ വാട്ടറും ഈ കാൽസ്യം ഓക്സൈഡും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റിനെയും കൂടി അത് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ കാൽസ്യം ഓക്സൈഡും വാട്ടറും കൂടെ മിക്സ് ആയതിനു ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം ഇതേതാണ്, എ പ്ലസ് ബി ആണ് അല്ലെ, എ പ്ലസ് ബി. അപ്പം കാൽസ്യം ഓക്സൈഡും വാട്ടറും അത് തങ്ങളിൽ എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുകയാണ്, കോമ്പിനേഷൻ ആണ്. സോ കാൽസ്യം ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എന്ത് ഫോം ചെയ്യുന്നു, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ഫോം ചെയ്യുന്നുള്ളൂ. അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നത്, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഈ പ്രോഡക്റ്റിനോടൊപ്പം നമുക്ക് എന്തും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്, അവിടെ ഹീറ്റും കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ നോൺ ആസ് എക്സോതെർമിക് റിയാക്ഷൻസ്. പ്രോഡക്ട്സിനോടൊപ്പം ഹീറ്റും കൂടെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം.
അപ്പം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി റിലേറ്റഡ് ടു ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ആ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? കാൽസ്യം ഓക്സൈഡിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യിക്കുക. അതപ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിനോടൊപ്പം എന്തും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. പ്രോഡക്ട്സിനോടൊപ്പം ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് നമ്മൾ പറയുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന്. പിന്നെ നമുക്ക് അവിടെ പറയുന്നുണ്ട് ഡു യു നോ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്ന് പറയുന്നത് വെച്ചാല് നമ്മൾ ഈ കുമ്മായൊക്കെ ഭിത്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അത് തിളങ്ങത്തൊന്നുമില്ല. കുറച്ച് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ കുമ്മായ ഒരു ഷൈനി അപ്പിയറൻസിലേക്ക് മാറുന്നത്. കാരണം എന്ന് വെച്ചാൽ ദിസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട്സ് വിത്ത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ഈ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് അത് കാൽസ്യം കാർബണേറ്റ് എന്ന ഫോമിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും? കാൽസ്യം കാർബണേറ്റ് CaCO3 എന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ഒന്നും കൂടെ പറയാം. ഈ കുമ്മായം അതർവൈസ് ക്യുക്ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതിനോടൊപ്പം എന്ത് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു? ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ എന്താന്ന് പറഞ്ഞു? എക്സോതെർമിക്. ഇത് ജനറലി ഏത് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ മെയിൻലി ഏതാണ്? കോമ്പിനേഷൻ ആണ്. പ്രോഡക്റ്റിനോടൊപ്പം ഹീറ്റും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് എന്തും കൂടിയാണ്? എക്സോതെർമിക് റിയാക്ഷനും കൂടി ആണ്. ദെൻ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മളിപ്പോ ഭിത്തിയിൽ തൂത്ത് വെച്ചിരിക്കുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്തിട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും? കാൽസ്യം കാർബണേറ്റ് എന്ന ഫോമിലേക്ക് മാറും. അന്നേരമാണ് ഭിത്തി എന്ത് ചെയ്യുന്നത്? ഒരു തിളക്കമൊക്കെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ഈ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 10 നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ അത് പറയുന്നത്. സോ പ്ലീസ് ലിസൺ. അപ്പൊ എന്താണ്? എ സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. അപ്പം ഒരു സബ്സ്റ്റൻസ് എക്സിന്റെ സൊല്യൂഷൻ ആണ് എന്തിനു ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്? വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പം എ സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. അപ്പം ഈ എക്സിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ സബ്സ്റ്റൻസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫോർമുല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സബ്സ്റ്റൻസ് എക്സ് ഏതാണെന്ന് പറയണം. ഓക്കെ, a solution of a substance X is എക്സിന്റെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞത്? വൈറ്റ് വാഷ് ചെയ്യുന്നു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറയണം? ഈ എക്സ് എന്നുള്ള സബ്സ്റ്റൻസ് ഏതാണ് എന്ന് പറയണം. അപ്പം എക്സ് ഏതാണ്? കാൽസ്യം ഓക്സൈഡ്. ഓക്കെ, ആ സബ്സ്റ്റൻസിന്റെ പേരെന്താണ്? കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ്. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഫോർമുല എന്തായിരുന്നു? CaO is the formula of calcium oxide. Then second question എന്ന് പറയുന്നത് write the reaction of the substance X with water. അപ്പം X എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എഴുതാനാ പറഞ്ഞത്. അപ്പൊ നമ്മളവിടെ പറയേണ്ടത് എന്താണ് ആൻസർ? കാൽസ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ H2O gives എന്ത് കിട്ടും? നമ്മൾ പഠിച്ചിരിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2 പ്ലസ് എന്തും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ആക്ടിവിറ്റി എന്തായിരുന്നു? എന്തുമായി റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റി ആയിരുന്നു? കോമ്പിനേഷൻ റിയാക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് വേണമായിരുന്നു, ബീക്കർ വാട്ടർ. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്തു? കാൽസ്യം ഓക്സൈഡും വാട്ടറും തങ്ങളിൽ മിക്സ് ചെയ്തപ്പം അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിനോടൊപ്പം തന്നെ അത് എന്തിനേയും കൂടെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു? ഹീറ്റിനെയും കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രോഡക്ട്സിനോടൊപ്പം ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് എക്സോതെർമിക് റിയാക്ഷൻസ്. അപ്പം ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ കാൽസ്യം കാർബണേറ്റിനെ തന്നെയാണ് എന്തിന്റെ ഫോർമുല നമ്മൾ പറയുന്നത്? മാർബിളിന്റെ ഫോർമുലയും എന്ത് തന്നെയാണ്? കാൽസ്യം കാർബണേറ്റ് തന്നെയാണ്. പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്താണ്? ഒരു എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിന്റെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വൈറ്റ് വാഷ് ചെയ്യുന്നു. എക്സ് ഏതെന്ന് പറയാൻ. അപ്പൊ ആ എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഏതാണ്? കാൽസ്യം ഓക്സൈഡ്. ദെൻ അതിന്റെ ഫോർമുല എന്താന്ന് ചോദിച്ചാൽ CaO is the formula of calcium oxide. ദെൻ ഈ കാൽസ്യം ഓക്സൈഡും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എഴുതാനായിരുന്നു. അപ്പൊ എന്താ റിയാക്ഷൻ? CaO plus H2O gives CaOH2 plus water. Okay, I think
Now you can understand the activity given in your textbook. അപ്പം നമ്മൾ ഇപ്പം 4th ആക്ടിവിറ്റി ആണ് പറയുന്നത്. അപ്പം ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. അപ്പം സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്